ഹായ് ഡിയേഴ്സ്, ഇത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഴശ്ശി കലാപങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേലുത്തമ്പിയും പാലിയത്തച്ഛനെ കുറിച്ചാണ്. ഇനിയൊരു കഥ പോലെ പറയാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടല്ലോ, അവർ തിരുവിതാംകൂറിലേക്ക് ഒരു റെസിഡൻറ്റിനെ അയക്കുകയാണ്. അതാണ് ആര്? കേണൽ മെക്കാളെ. മൂപ്പര് ഇവിടേക്ക് വന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാനായിട്ടുള്ള ആളായിരുന്നു വേലുത്തമ്പി ദളവ. അപ്പോൾ മെക്കാളാണെന്നുണ്ടെങ്കിൽ വന്നപ്പോൾ തന്നെ ആഭ്യന്തര ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടി തുടങ്ങി. ഇത് സ്വാഭാവികമായിട്ടും ആർക്കും ഇഷ്ടപ്പെടില്ല, വേലുത്തമ്പി ദളവയ്ക്ക് ഇഷ്ടപ്പെടില്ല. അന്ന് കൊച്ചിയിലെ ദിവാനായിട്ടുള്ള ആളായിരുന്നു പാലിയത്തച്ഛന്. അപ്പോൾ പാലിയത്തച്ഛനും മെക്കാളേനെ വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വേലുത്തമ്പിയും പാലിയത്തച്ഛനും കൂടി രഹസ്യ സഖ്യത്തിൽ ഏർപ്പെടും. പക്ഷേ അവർക്ക് മനസ്സിലായി ഒറ്റയ്ക്കൊന്നും നമുക്ക് അവരെ നേരിടാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് തന്നെ ഫ്രഞ്ചുകാരുടെയും കോഴിക്കോട് സാമുദ്രിയുടെയും സഹായം തേടുകയും അതിനുശേഷം കൊച്ചിയിലെ ക്യാമ്പ് ഹൗസിൽ വെച്ചിട്ട് മെക്കാളേനെ ആക്രമിക്കുകയും ചെയ്തു. മെക്കാളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി കിട്ടിയപ്പോൾ ഒറ്റയടിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. 1809 വേലുത്തമ്പി ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇയർ എന്നാന്നുള്ളത് ഓർക്കണം, 1809 കേട്ടോ കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ബ്രിട്ടീഷുകാരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ഒന്നും അടങ്ങി നിന്നില്ല. അവരാദ്യം രക്ഷപ്പെട്ടു പോയെങ്കിലും അവർ പിന്നീട് കൊച്ചിനെ ആക്രമിക്കുകയും പാലിയത്തച്ഛൻ്റെ പിന്തുണ വേലുത്തമ്പിക്ക് നഷ്ടമാവുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷമാണ് ബ്രിട്ടീഷുകാർക്ക് പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മണ്ണടിയിലേക്ക് പോവുകയാണ്. മണ്ണടി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലൊരു സ്ഥലമാണ്. പക്ഷേ ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തിനെ വളയുകയും അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും. ഒരുവിധം അവർ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് കുറിച്യ കലാപവും മാപ്പിള കലാപവും നമുക്ക് പാർട്ട് 3 കാണാം.